നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിനെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത യുഹാനോൻ മാർ മിലിത്തിയോസ് ദില്ലിയിൽ നടന്നത് നാടകമെന്ന് തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത വിമർശിച്ചു. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നാണ് മാർ മിലിത്തിയോസിന്റെ പരിഹാസം. ഈ രാജ്യത്ത് സവർണ ഹിന്ദുക്കൾ അല്ലാതെ മറ്റാരും പാടില്ലെന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണിതെന്നും ആ തന്ത്രമാണ് പ്രധാനമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ക്രിസ്മസ് വിരുന്നിനെതിരായ വിമർശനം തള്ളി CBCI. ആഘോഷത്തെ മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ലെന്ന് CBCI വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗ്സ് പറഞ്ഞു. ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ ഇന്നലെ നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയെ അറിയിച്ചുവെന്നും ക്രിസ്മസിന്റെ സന്ദേശം ആഘോഷിക്കാൻ ആണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെയുള്ള സംഘപരിവാർ ആക്രമണങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആക്രമണങ്ങൾ കേരളത്തിനും മലയാളികൾക്കും അപമാനമാണെന്നും സംസ്കാരശൂന്യരുടെ ആക്രമണമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഫേസ്ബുക്കിൽ ക്രിസ്മസ് ആശംസ പങ്കുവച്ച് എഴുതിയ കുറിപ്പിലാണ് ആക്രമണങ്ങളെ അദ്ദേഹം നിശിതമായി വിമർശിച്ചത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും ആഘോഷിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിരുത്തരവാദികളായ ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ എന്ത് പ്രതികരിക്കാനാണെന്നും ഈ മാസം 17-ന് താൻ ക്രിസ്മസ് ആഘോഷം നടത്തിയിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള സമിതി സംസ്ഥാനങ്ങളുടെ നിലപാട് തേടുമെന്ന് റിപ്പോർട്ടുകൾ. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമമന്ത്രിമാരുമായി ചർച്ച നടത്താനാണ് തീരുമാനം. അടുത്ത മാസം നടക്കുന്ന യോഗത്തിൽ നിയമ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേൾക്കും. വന നിയമ ഭേദഗതി മാറ്റത്തിനൊരുങ്ങി വനം വകുപ്പ്. എതിർപ്പ് ഉയർന്ന വ്യവസ്ഥകളിലെ തിരുത്താണ് പരിഗണനയിലുള്ളത്. ഈ മാസം 31-ന് തീരുന്ന ഹിയറിംഗിന് ശേഷം മാറ്റങ്ങൾ വരുത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കരട് നിയമ ഭേദഗതിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് വനം വകുപ്പ് മാറ്റത്തിനൊരുങ്ങിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സംഭവത്തിൽ കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടി. പെൻഷനിൽ കൈയിട്ട് വാരിയ 373 ജീവനക്കാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തു. തട്ടിച്ച തുക 18% പലിശയോടെ തിരിച്ചു പിടിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. ജീവനക്കാർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിയെടുക്കാനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു. ക്ഷേമ പെൻഷനിൽ നിന്നും പണം തട്ടിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയവരുടെ പട്ടികയിൽ അറ്റൻഡന്റ്മാരും ക്ലർക്കുമാരും നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് കരിമ്പന പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവനിൽ 2 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഗ്യാസ് ചോർച്ച കാരണമെന്ന് നിഗമനം. AC-യുടെ പ്രവർത്തനം നിലച്ചതോടെ പുറത്തു വന്ന വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് ആകാം മരണത്തിന് ഇടയാക്കിയതെന്നാണ് വിദഗ്ധ അഭിപ്രായം. 2 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകട കാരണം കണ്ടെത്താൻ പോലീസും PWD ഇലക്ട്രിക്കൽ വിഭാഗവും വാഹന നിർമ്മാതാക്കളും ചേർന്ന് പരിശോധന നടത്തും. ശബരിമല നട ഇന്ന് അടയ്ക്കുമെന്ന് വ്യാജ പ്രചരണം. സൈബർ പോലീസിന് ദേവസ്വം ബോർഡ് പരാതി നൽകി. സൂര്യഗ്രഹണം ആയതുകൊണ്ട് നട അടച്ചിടും എന്നായിരുന്നു പ്രചാരണം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് 2 വർഷം മുമ്പുള്ള വാർത്തയാണ്. പ്രചരിപ്പിക്കുന്നവർക്ക് സ്ഥാപിത താല്പര്യമുണ്ടെന്ന് ദേവസ്വം ബോർഡ് ആരോപിച്ചു. മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് നിയമപരമായി പുതിയ കെട്ടിടം നിർമ്മിക്കാമെന്ന് സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് വൈകാതെ സുപ്രീം കോടതിക്ക് സമർപ്പിക്കും. ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. 2 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുക. ചോദ്യപേപ്പർ ചോർന്നതിൽ സാമ്പത്തിക ഇടപാട് നടന്നോ എന്ന് അറിയാനാണ് പരിശോധന. MS സൊല്യൂഷൻ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നിവയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. മേക്കപ്പ് മാനേജർ സജീവിനെതിരെയാണ് കോട്ടയം പൊൻകുന്നം പോലീസ് കേസെടുത്തത്. കാഞ്ഞിരപ്പള്ളി കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് MD. യന്ത്രസഹായമില്ലാതെ ശ്വാസം എടുക്കാൻ കഴിയുന്നുണ്ടെന്നും രക്തസമ്മർദ്ദം ഉൾപ്പെടെ സാധാരണ നിലയിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി UDF
കൺവീനർ MM ഹസൻ VD സതീഷിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ കോൺഗ്രസ് തള്ളിക്കളയുന്നുവെന്നും പ്രതിപക്ഷ നേതാവിനെ അഹങ്കാരിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് സാമുദായിക നേതാക്കളല്ലെന്ന് പറഞ്ഞ ഹസൻ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകാൻ യോഗ്യനെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നുവെന്നും വ്യക്തമാക്കി. കണ്ണൂരിൽ നടന്ന KSU മാർച്ചിനിടെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ കേസെടുത്തു. P. ശശിയുടെ വാക്ക് കേട്ട് KSUകാരെ ആക്രമിച്ചാൽ പോലീസുകാരെ തെരുവിൽ അടിക്കുമെന്ന് മാർച്ചിനിടെ അബിൻ വർക്കി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയിലാണ് കണ്ണൂർ ACP TK രത്നകുമാറിനെയും ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയെയും ഭീഷണിപ്പെടുത്തി എന്ന കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ ടൗൺ SI PP ഷമീലിന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കൊച്ചി കാക്കനാട് NCC ക്യാമ്പ് പിരിച്ചുവിട്ടു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 70ഓളം വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തൃക്കാക്കര നഗരസഭയിലെ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. എറണാകുളം തൃക്കാക്കര KMM കോളേജിൽ നടന്ന NCC ക്യാമ്പിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയതിന് SFI പ്രവർത്തകർ ഉൾപ്പെടെ 10 പേർക്കെതിരെ കേസ്. SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മിയാണ് കേസിലെ ഒന്നാം പ്രതി. ഇവരെ കൂടാതെ കണ്ടാൽ തിരിച്ചറിയാവുന്ന 7 പേർക്കെതിരെയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേർന്നുവെന്നും സംഘർഷമുണ്ടാക്കിയെന്നുമാണ് കേസ്. കോഴിക്കോട് DMO ഓഫീസിൽ 2ാം ദിനവും നാടകീയ രംഗങ്ങൾ തുടരുന്നു. സ്ഥലം മാറി എത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ നിലവിലെ DMO തയ്യാറായില്ല. സ്ഥലം മാറ്റത്തിൽ കോഴിക്കോട് DMO രാജേന്ദ്രൻ സ്റ്റേ വാങ്ങിയിരുന്നു. സ്റ്റേ നീക്കിയതിനെ തുടർന്ന് സ്ഥാനം ഏറ്റെടുക്കുവാനാണ് ഡോക്ടർ ആശാദേവി DMO ഓഫീസിൽ എത്തിയത്. പുതിയ ഉത്തരവ് വരാതെ കസേര ഒഴിയില്ലെന്നാണ് കോഴിക്കോട് DMO രാജേന്ദ്രന്റെ നിലപാട്. അതേസമയം ഡോക്ടർ രാജേന്ദ്രനോട് സ്ഥലം മാറാൻ ഉടൻ നിർദ്ദേശിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായക റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറി. കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി അമീറുൽ ഇസ്ലാമിന്റെ മനോനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ഈ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറി. 2 വർഷത്തിനു ശേഷം സഞ്ചാരികളുമായി കൊച്ചിൻ ഹാർബർ ടെർമിനൽ സ്റ്റേഷനിലെത്തിയ ട്രെയിൻ തട്ടി അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശിയാണ് മരിച്ചത്. ട്രെയിൻ വരുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകാത്തതാണ് അപകട കാരണം. മലപ്പുറം അഴിഞ്ഞിലത്ത് 510 ഗ്രാം MDMയുമായി യുവാവ് പിടിയിൽ. കാളികാവ് സ്വദേശി മുഹമ്മദ് ഷഫീഖാണ് വാഴക്കാട് പോലീസിന്റെ പിടിയിലായത്. 2 നടിമാർക്ക് നൽകാനാണ് MDMA എത്തിച്ചതെന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. പുഷ്പ 2 പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ തെലുങ്ക് താരം അല്ലു അർജുൻ ഹൈദരാബാദ് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും പോലീസ് ചോദിച്ച കാര്യങ്ങളോട് പ്രതികരിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ. ചിക്കട് പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യലിനായി അല്ലു അർജുൻ ഇന്ന് രാവിലെ ഹാജരായത്. DCPയും ACPയും നേതൃത്വം നൽകുന്ന 4 അംഗ പോലീസ് സംഘമാണ് അല്ലുവിനെ ചോദ്യം ചെയ്തത്. ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കർണാടക സ്വദേശികൾക്കായുള്ള തെരച്ചിലിൽ നിരാശ. പ്രദേശത്ത് നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ കാണാതായ ലോകേഷിന്റെയോ ജഗന്നാഥിന്റെയോ ശരീരഭാഗങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് ഹുബ്ബള്ളി ഫോറൻസിക് ലാബ് വ്യക്തമാക്കി. ഇതു മനുഷ്യന്റെ എല്ലുകളാണെന്ന് ലാബ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1 മാസം നീണ്ട ഡിജിറ്റൽ അറസ്റ്റിൽ ബാംഗ്ലൂരു ടെക്കിക്ക് നഷ്ടമായത് 12 കോടിയോളം രൂപ. ബാംഗ്ലൂരു സ്വദേശിയായ KS വിജയകുമാറിനാണ് സൈബർ തട്ടിപ്പിലൂടെ വൻ തുക നഷ്ടമായത്. പല തവണകളായി സൈബർ കുറ്റവാളികൾ ഇയാളിൽ നിന്ന് തട്ടിയത് 11.8 കോടി രൂപയാണെന്ന് പരാതി. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയെന്ന് ബാംഗ്ലൂരു സിറ്റി കമ്മീഷണർ B. ദയാനന്ദ അറിയിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിയമനത്തില് വിയോജിപ്പ് രേഖപ്പെടുത്തി കോൺഗ്രസ്. തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായാണ് നിയമം നടത്തിയതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ആരോപിച്ചു. നിയമ നടപടിക്രമത്തിലെ നിഷ്പക്ഷതയിലും സത്യസന്ധതയിലും നേതാക്കൾ സംശയം രേഖപ്പെടുത്തുകയും ചെയ്തു. രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ കനത്ത മഞ്ഞുവീഴ്ച. വിനോദസഞ്ചാരികളുമായി എത്തിയ 1000ഓളം വാഹനങ്ങൾ മഞ്ഞിൽ മുന്നോട്ട് നീങ്ങാനാവാതെ കുടുങ്ങി. തുടർന്ന് മണിക്കൂറുകളോളം സഞ്ചാരികൾ വാഹനങ്ങളിൽ കുടുങ്ങി. ഒടുവിൽ അധികൃതരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചത് തങ്ങളാണെന്ന് ആദ്യമായി സമ്മതിച്ച ഇസ്രായേൽ ജൂലൈയിൽ ഇറാനിലെ ടെഹ്റാനിൽ വച്ചാണ് ഹനിയെ വധിച്ചതെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് സ്ഥിരീകരിച്ചു.
ഖേൽ രത്ന പുരസ്കാരത്തിന് ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറിനെ പരിഗണിക്കാത്തത് വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി മനു ഭാക്കറിന്റെ പിതാവ് രാം കിഷൻ. ഷൂട്ടിംഗ് രംഗത്തേക്ക് മനു ഭാക്കറിനെ കൊണ്ടുവന്നതിൽ പശ്ചാത്തപിക്കുന്നുവെന്നും പകരം ഒരു ക്രിക്കറ്റ് താരമാക്കി മാറ്റിയാൽ മതിയായിരുന്നുവെന്നും അങ്ങനെയെങ്കിൽ എല്ലാ പുരസ്കാരങ്ങളും അവളുടെ വഴിയെ വന്നേനെയെന്നും പിതാവ് പറഞ്ഞു. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ ആരും നേടിയിട്ടില്ലെന്നും ഇതിൽ കൂടുതൽ എന്താണ് എന്റെ മകൾ രാജ്യത്തിനായി ചെയ്യേണ്ടതെന്നും മനു ഭാക്കറിന്റെ പിതാവ് പ്രതികരിച്ചു. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറിനെ പരിഗണിക്കാത്തത് വിവാദമായ പശ്ചാത്തലത്തിൽ മുഖം രക്ഷിക്കാൻ ഒരുങ്ങി കായിക മന്ത്രാലയം. പ്രത്യേക അധികാരം ഉപയോഗിച്ച് മനു ഭാക്കറിനെ കൂടി ഖേൽ രത്നയ്ക്ക് ശുപാർശ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.